Hello everyone, welcome back to my channel. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഫസ്റ്റത്തെന്ന് വെച്ചാൽ എനിക്കൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് ഹാമ്പറും അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ഹാമ്പറും. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിയർ ബൈ ഷോപ്പിൽ നിന്ന് പോയി. ഞാൻ ഇതിന് മുന്നത്തെ എൻ്റെ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊടുപുഴയിലുള്ള എഡിക്കേറ്റ് ഫ്ലേവർ മാർട്ടിൽ നിന്നാണ് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സ് ഹാമ്പറിന് വെക്കാനുള്ള ഡ്രസ്സൊക്കെ അവർ കസ്റ്റമേഴ്സ് തന്നെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ഹാമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നേരെ വീട്ടിൽ വന്നു. രാവിലെ തന്നെ ഞാൻ ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ബിഹൈൻഡ് ദ സീൻസാണ്. എൻ്റെ മെസ്സായി കിടക്കുന്ന റൂമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ മെസ്സ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഒരേപോലെ ഇഷ്ടമുള്ളതുമാണ്, എന്നാൽ മടി പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ മെസ്സൊക്കെ ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടാക്കി കഴിഞ്ഞ് ദെൻ അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഫൈനലി അത് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെങ്കിലും താഴെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പഴയ ബോക്സ് തപ്പിയപ്പോൾ ഇത്രയും കാർഡ്സ് കണ്ടത്. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന സേവ് ദ ഡേറ്റ് കാർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഹൗസ് വാമിങ് ഇൻവിറ്റേഷൻ കാർഡ്സിൻ്റെയൊക്കെ കാർഡ്സാണ് കേട്ടോ ഈ ഒരു മിസ്സായി കിടക്കുന്നത്. കുറേ കാർഡ്സൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. പിന്നെ കുറേയൊക്കെ വർക്ക്, അതായത് സേവ് ദ ഡേറ്റ് വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കും ആ കാർഡും തരാമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ കാർഡ് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കും. ഇത് കസ്റ്റമേഴ്സ് ചോദിക്കാത്ത കാർഡ്സാണ് ഈ കുറേ കിടക്കുന്നത്. പല കളർ കോമ്പിനേഷനിലും പല ഡിസൈനിലൊക്കെ ഉള്ള ഒരുപാട് കാർഡ്സ് ഉണ്ടായിരുന്നു. എനിക്കെന്തോ അത് കളയാനേ തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് അതെല്ലാം സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തത്. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഓരോ സെറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എൻ്റെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ്സ് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് കാർഡ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം. ഇനി എന്നെപ്പോലെ ക്രാഫ്റ്റ് ചെയ്യുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇതുപോലെ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനത്തെ കാർഡ്സ് എന്താണ് ചെയ്യൽ? കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണോ, സൂക്ഷിച്ച് വെക്കുകയാണോ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഈവനിങ് നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഡ്രസ്സ് ഹാമ്പർ ഉണ്ടാക്കാനാണ് ഇരുന്നത്. ചോക്ലേറ്റ് ഹാമ്പർ മാത്രമായിരുന്നു രാവിലെ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് എനിക്ക് കുറച്ച് മടി പിടിച്ചപ്പോൾ ഞാൻ പിന്നെ വേറൊരു പണിക്ക് നിന്നില്ല. ദെൻ ഈവനിങ് ഡ്രസ്സ് ഹാമ്പറും കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു കസ്റ്റമറിന് കൊടുക്കാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ എന്തെങ്കിലും ഓർഡേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. പിന്നെ ഈ സ്ക്രീനിലും കൊടുക്കാം, വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.